അപ്പോൾ ഇതുപോലെ ഒന്നാമത്തെ വിളവിന് ശേഷവും നമുക്ക് കുക്കുംബറിൽ നിന്ന് കായ്കൾ പറിക്കാവുന്നതാണ്. നിങ്ങൾ വീട്ടിൽ ഇപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, ഉറപ്പായിട്ടും വിജയകരമായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, സെൻട്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്ന് കുക്കുംബർ കൃഷി ചെയ്യുന്നവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതേ കണ്ടോ, നമ്മളുടെ കുക്കുംബറും ആദ്യം നല്ല രീതിയിൽ വിളവ് തന്നു. അതിനുശേഷം ഒന്ന് ഡിമ്മായിട്ട് നിന്നു, കുറച്ച് നാൾ പൂവും കായും ഒന്നും തരാതെ ഒന്ന് മുരടിച്ച് നിന്നു. ഇപ്പോൾ കണ്ടില്ലേ, വീണ്ടും നിറച്ച് പൂക്കൾ വന്നിട്ടുണ്ട്. ഓരോ ഇലയിലും ഓരോ പൂക്കൾ എന്ന കണക്കിനാണ് വന്നിട്ടുള്ളത്. 1 2 3 4 5 6 7 8 9 10 ഇതുണ്ട്. ഇത്ര ഈ ഒരു ഇതിൽ തന്നെ ഇത്രയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കൊടുത്ത ഒരു ചെറിയ ടിപ്പ്, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാണ് ഇന്ന് നമ്മളുടെ വീഡിയോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുപോലെ, ഇത് സ്നോ വൈറ്റ് കുക്കുംബറാണ്. ഈ സ്നോ വൈറ്റ് കുക്കുംബറിൻ്റെ വിത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൽ ഇപ്പോൾ ലഭ്യമാണ്. അതുമാത്രമല്ല, എല്ലാതരം പച്ചക്കറികളുടെ വിത്തുകളും നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ്. ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. ഇതേ കണ്ടു, ഇത് നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചതാണ്. നമ്മളിത് ഗ്രോ ബാഗിലാണ് നട്ടിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ ഇവിടെ നിന്നൊക്കെ നന്നായിട്ട് കായ്കൾ എടുത്തതാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ താഴോട്ടുള്ള ഈ വേണ്ടാത്ത ഇലകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് തന്നെ ഈ മൂലയ്ക്ക് വന്നേ കട്ട് ചെയ്യരുത്, കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ ഇലകൾ കൊണ്ട് ഇനി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ചെടി നന്നായിട്ട് വളർന്നു വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഹെൽത്തി ആയിട്ട് വരുന്നതിന് വേണ്ടിയിട്ട്. ഈ ചെടി എന്നോളം ഹൈറ്റ് വന്നപ്പോഴാണ് നമ്മൾ നന്നായ രീതിയിൽ ഇവിടുന്ന് വന്ന ഓരോ ഇലയുടെ ചൂട്ടിൽ നിന്ന് നമുക്ക് ഓരോ വിളവ് ലഭിച്ചത്. അതിനുശേഷം ഈ തണ്ട് ഇച്ചിരി വീർത്ത് വന്നിട്ട് പിന്നെ ഇവിടെ വെച്ച് മുരടിച്ച് പോയി. ആ സമയത്ത് ആ മുരടിച്ച ഭാഗത്ത് വെച്ച് ഇതിൻ്റെ തലപ്പ് ഞാൻ ചെറുതായിട്ടൊന്ന് നുള്ളിക്കൊടുത്തു. ഒരുപാടല്ല, അതുകൊണ്ട് ഈ ഒരു വലിപ്പത്തിൽ ഞാൻ നുള്ളിക്കൊടുത്തു. അതിനുശേഷമാണ് ഇതിൻ്റെ ഈ ബ്രാഞ്ചുകളൊക്കെ പൊട്ടിയത് കണ്ടോ. എന്നിട്ട് പിന്നെ വന്നത് ഇവിടെ എല്ലാ ശിഖരങ്ങൾ പൊട്ടുന്നുണ്ട്. ഈ ബ്രാഞ്ചിലും നിറച്ച് പൂക്കളായിട്ടുണ്ട്. പിന്നെ തന്നെ ഇങ്ങോട്ട് പടർന്ന് വരുന്നിട്ടുള്ളത് ഇതിനകത്തെല്ലാം പൂക്കളായി. നമ്മളുടെ ഇതിൽ ചുവട്ടിൽ നമ്മൾ ഈ സമയത്ത് പുതയിട്ട് കൊടുക്കും കേട്ടോ. പുതയിട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു ഗുണം കണ്ടോ, ഈർപ്പം നല്ല രീതിയിൽ നിലനിൽക്കാൻ ഇത് സഹായിക്കും. അപ്പം എൻ്റെ സൂക്ഷ്മജീവികളും ഒക്കെ ഉണ്ട്. നമ്മൾ കിച്ചൺ വേസ്റ്റിൻ്റെ കുറച്ച് ഐറ്റമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ചൂട് സമയത്ത് നമ്മൾ കിച്ചൺ വേസ്റ്റ് തണ്ടിൽ നിന്ന് കുറച്ച് മാറ്റി ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല. അല്ലാത്ത സമയത്താണെങ്കിൽ, മഴ സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യരുത്. ചെടിക്ക് ഫംഗൽ രോഗം വരുന്നതിനത് കാരണമാവുകയെ. ഇനി കാര്യത്തിലേക്ക് വരാം. ഞാൻ അതിന് ശേഷം ചെയ്ത കാര്യം, ഇതിൻ്റെ ചുവട്ടിലെ കരിയിലയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഇത് ഡോളോമൈറ്റാണ്. ഇത് വളരെ കുറച്ച് മാത്രം, ഒരു 1/4 സ്പൂണ് അല്ലെങ്കിൽ ഒരു 1/2 സ്പൂണോളം നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ വിതറി കൊടുത്തു ഒരു 3-4 ദിവസം നല്ല രീതിയിൽ നന കൊടുത്തു. അതിനുശേഷം നമ്മൾ 3-4 ദിവസത്തിന് ശേഷം ഈ വളമാണ് കൊടുത്തത്. സൂപ്പർ മീല്, സ്റ്റെറാമീല്, ലെതർ മീല് എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പല പേരിൽ അറിയപ്പെടും. എല്ലാ ന്യൂട്രിയൻസും കൂടെ അടങ്ങിയിട്ടുള്ള ഒരു മിക്സഡ് വളമാണ്. ഇതിനകത്ത് കടലപ്പിണ്ണാക്ക് വരെയുണ്ട്. പല കമ്പനിക്ക് പല ക്വാളിറ്റിയാണ് കേട്ടോ. അപ്പം ഇതിൽ വളരെ കുറച്ച് ഇത്രയും എന്ന കണക്കിനാണ് നമ്മളൊരു ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത്. ഇത് തീർത്തും ജൈവമാണ്. ഇത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ പ്രത്യേകിച്ച് വേറെ വളങ്ങളൊന്നും കൊടുക്കേണ്ട. എല്ലാം ചെടിക്ക് വേണ്ടുന്ന എല്ലാ ന്യൂട്രിയൻസും ഇതിൽ നിന്ന് കിട്ടുവേ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് മണ്ണൊന്ന് മുകളിൽ വിതറി കൊടുക്കും. എന്നിട്ട് പിന്നെയും കരിയില മൂടിയിട്ടിരിക്കും. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കും. അങ്ങനെ നന അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും 2 നേരം നനയ്ക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. ഇങ്ങനെ നമ്മളിപ്പോൾ പിന്നെയും നമുക്ക് നിറച്ച് പൂക്കളായി വന്നിട്ടുണ്ട്. ഈ റിസൾട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ടാണ് നമ്മളിന്ന് വീഡിയോ എടുത്തത്. അപ്പോൾ ഇതുപോലെ ഒന്നാമത്തെ വിളവിന് ശേഷവും നമുക്ക് കുക്കുംബറിൽ നിന്ന് കായ്കൾ പറിക്കാവുന്നതാണ്. നിങ്ങൾ വീട്ടിൽ ഇപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, ഉറപ്പായിട്ടും വിജയകരമായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.